മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ദുരിതമനുഭവിച്ചിരുന്ന ഒറ്റപ്പാലം വരോട് സ്വദേശിനി ലക്ഷ്മിയുടെ വീട് വാസയോഗ്യമാക്കാൻ മുന്നിട്ടിറങ്ങി അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ്. വർഷങ്ങളായി തളർവാദം പിടിപെട്ട് കിടപ്പിലായ ചോലക്കുണ്ടിൽ വീട്ടിൽ 76-കാരി ലക്ഷ്മിയുടെ ദയനീയാവസ്ഥ നേരിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തരമായി വീട് പുനരുദ്ധരിക്കാൻ ട്രസ്റ്റ് മാതൃകാപരമായി മുന്നോട്ട് വന്നത്. 5 വർഷമായി ശരീരം തളർന്ന് കിടപ്പിലായ ലക്ഷ്മിയമ്മയ്ക്ക് മഴക്കാലം എന്നും ഭീഷണിയായിരുന്നു. ദ്രവിച്ച കഴുക്കോലുകളും പൊട്ടിയ ഓടുകളുമായി ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന നിലയിലായിരുന്നു ഈ വീട്. ഈ വിവരം കേട്ടറിഞ്ഞെത്തിയ അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ വീടിന്റെ ഗൗരവാവസ്ഥ ട്രസ്റ്റിലെ മറ്റ് അംഗങ്ങളെ ധരിപ്പിക്കുകയും തൽക്കാലം അവർക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യമൊരുക്കി നൽകുമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു. നിലവിൽ വീടിന്റെ ദ്രവിച്ചുപോയ കഴുക്കോലുകൾ മാറ്റുന്നതിനൊപ്പം പൊട്ടിയ ഓടുകൾ നീക്കം ചെയ്ത് പുതിയവ സ്ഥാപിക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് തന്നെ പ്രവർത്തികൾ പൂർത്തിയാക്കി ലക്ഷ്മിയമ്മയ്ക്ക് സുരക്ഷിതമായ അന്ത്യുറക്കം ഉറപ്പാക്കാനാണ് അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്ന് ട്രസ്റ്റ് ജോയിന്റ് കൺവീനർ മുഹമ്മദ് അലി നാലകത്ത് പറഞ്ഞു. ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി വാദം വന്ന് തളർന്ന് കിടപ്പിലാണ്. അപ്പോൾ അടുത്ത ദിവസം അവരുടെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു മരം അവരുടെ വീട്ടിലേക്ക് മറിഞ്ഞു വീണു എന്ന വിവരം അറിഞ്ഞ് ഞങ്ങളൊക്കെ അത് പരിശോധിക്കാൻ വന്നപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അകത്ത് കയറിയാൽ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞ് താമസിക്കാൻ പേടി തോന്നുന്ന രീതിയിലാണ് ആ വീട് നിലനിൽക്കുന്നത്. അപ്പോൾ അടിയന്തര സഹായം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള വിവരം അമൃതം ചാരിറ്റബിൾ ഞാനടക്കമുള്ള അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ചർച്ച ചെയ്യുകയും ട്രസ്റ്റ് അംഗങ്ങൾ ഒന്നടങ്കം അടിയന്തരമായി ചെയ്യേണ്ട കാര്യം ചെയ്തു കൊടുക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് 100% അവരുടെ വീട് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസമില്ലെങ്കിലും തൽക്കാലം മഴ പെയ്യുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വീഴുന്ന വെള്ളം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മറ്റെന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അതിൽ ചെയ്തത് കൊണ്ട് പ്രയോജനം ഉണ്ട് എന്നൊന്നുമില്ല. എങ്ങനെയാണെന്ന് വെച്ചാലും അത് പൊളിച്ചു നിർമ്മിക്കേണ്ട ഒരവസ്ഥയിലാണുള്ളത്. എന്നാലും ഇനിയും ട്രസ്റ്റുമായി ചർച്ച ചെയ്ത് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി പരിശ്രമിക്കും. പക്ഷെ ഖേദകരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതിദാരിദ്ര്യതയൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് സർക്കാരുകളൊക്കെ പൊട്ടിഘോഷിച്ച ഈ കാലഘട്ടത്തിൽ ഇത്തരം അവസ്ഥകൾ കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അവരെ മറച്ചു പിടിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ ഉദാഹരണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സ്കൂളെല്ലാം ഓപ്പൺ ആവാനായില്ലേ? സോ എല്ലാവരും സ്കൂളിലുള്ള പർച്ചേസിംഗിലേക്കും. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലുള്ള റോയൽ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. സോ ഇവിടെ സ്കൂൾ ബസാർ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട, ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റ്.